സൂംബ ഡാൻസിന്റെ സ്വഭാവം അറിഞ്ഞ് പ്രതികരിക്കാമെന്ന് PMA സലാം. മുസ്ലിം ലീഗ് വിഷയം പഠിക്കുന്നുവെന്നും സംസ്കാരത്തെ ബാധിക്കുന്നതാണെങ്കിൽ പ്രതിഷേധിക്കുമെന്നും PMA സലാം പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗത്തിന് ശേഷമായിരുന്നു സലാമിന്റെ പ്രതികരണം. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ രൂപവും ഭാവവും വ്യക്തമായി അറിഞ്ഞതിന് ശേഷം ഞാൻ പ്രതികരിക്കാം. മതസംഘടനാ നേതാക്കൾ പറയേണ്ടതാണ്, അവരാണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടത്. മതവിശ്വാസത്തെയും സാംസ്കാരിക കാര്യങ്ങളെയൊക്കെ അപഹസിക്കുന്നതാണെങ്കിൽ സ്വാഭാവികമായും മതസംഘടനകൾ ഇടപെടണം. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സ്വഭാവം. വിവരങ്ങളുമായി സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹ്, സൂംബ പഠിക്കുന്നതാണോ PMA സലാം ഉദ്ദേശിച്ചത്? ഈ വിഷയത്തിൽ നിന്നൊരു ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതേസമയം തന്നെ മതസംഘടനകളൊക്കെ വളരെ കർശനമായി രംഗത്തെത്തിയ സ്ഥിതിക്ക് മുസ്ലിം ലീഗിന് ഒഴിഞ്ഞു മാറാനും വയ്യ. അതുകൊണ്ടാണ് ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂംബ പഠിക്കുകയാണോന്നാ ചോദിച്ചത്. അല്ല, സൂംബയുടെ സ്വഭാവം പഠിക്കുകയാണെന്നാണ് പറഞ്ഞത്. എന്ത് ഡ്രസ് എടുത്തിട്ടാണ് ഈ സാധാരണ കുട്ടികളൊക്കെ ഈ സൂംബ കളിക്കുന്നത് എന്നൊക്കെ പരിശോധിച്ച് വരട്ടെ. അത് സംസ്കാരത്തിനെതിരാണെങ്കിൽ അപ്പോൾ ഇടപെടും എന്നാണ് മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത്. പ്രത്യേകിച്ച് ഇനിയിപ്പോ സമസ്ത പോലെയുള്ള സംഘടനകൾ ഇതിൽ നിലപാട് വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ ഇനി ഒഴിഞ്ഞു മാറുക അത്ര എളുപ്പമല്ല. എന്നാൽ അവരെ പിണക്കി ഒരു കമന്റിന് മുസ്ലിം ലീഗ് തയ്യാറാകുന്നുമില്ല. ശരത്, അല്ല, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ജമാഅത്തെ ഇസ്ലാമി മതവാദ രാഷ്ട്രീയം കൈയാളുന്നവരാണ് എന്ന് പറഞ്ഞപ്പോൾ ലീഗ് മിണ്ടാതിരിക്കുകയായിരുന്നില്ലേ? തീർച്ചയായും അതുപോലെയുള്ള ഒരു ഒഴിഞ്ഞുമാറൽ തന്നെയാണ്. തീർച്ചയായും ഈ വിഷയങ്ങളിൽ മുസ്ലിം ലീഗ് വലിയ ജാഗ്രത പുലർത്തുന്നുണ്ട്. കാരണം സാമുദായിക സംഘടനകളൊക്കെ പലരും പല അഭിപ്രായമുള്ളവർ. അതിനകത്ത് ഒരു അഭിപ്രായം പറഞ്ഞ് കുടുങ്ങേണ്ട എന്നത് കൊണ്ടാണ് ഇത് ഇന്ന് വിശദീകരിക്കാൻ. ഞാനത് ചോദിക്കാൻ കാര്യതാണ്. ഇതിലൊക്കെ മതപണ്ഡിതരാണ് കാര്യങ്ങൾ പറയേണ്ടതെന്ന് PMA സലാം പറയുന്നു. അന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞതാണ്, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മതവാദ രാഷ്ട്രീയം, മതരാഷ്ട്രവാദം, അതുമായി ബന്ധപ്പെട്ടൊക്കെ അവർ ആകെ മാറി, അവരിപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ചു എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്, അത് പറയേണ്ടത് ഞങ്ങളല്ലേ, ഫത്വ ഇറക്കേണ്ടത് ഞങ്ങളല്ലേ എന്ന് പറഞ്ഞത് അതേ മതപണ്ഡിതരാണ്. അപ്പോൾ അന്ന് മൗനം പാലിച്ച ലീഗ് നേതാക്കൾ എന്നത് സാന്ദർഭികമായി ഓർത്തുപോയി ഇനി മതപണ്ഡിതരെ ഉദാഹരിക്കുന്നത് കാണുമ്പോൾ. തീർച്ചയായും ഇന്ന് ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഇക്കാര്യം പറയാൻ PMA സലാമിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. മുസ്ലിം ലീഗിൽ നമുക്കറിയാം, സലാം മുജാഹിദ് പക്ഷത്തിന്റെ ഒരാളാണ്. അഗ്രസീവായി ഈ സമസ്തയൊക്കെ എതിർക്കുന്ന ആൾ കൂടിയാണ്. പക്ഷേ മുജാഹിദ് ആവട്ടെ ഇക്കാര്യത്തിലൊരു വ്യക്തമായ നിലപാട് പറയുകയും ചെയ്തിരിക്കുന്നു ഈ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് സലാം തന്നെ വിശദീകരിക്കട്ടെ. ഇനി ഇക്കാര്യത്തിൽ പറഞ്ഞു കുടുങ്ങേണ്ടതില്ല എന്നതുകൊണ്ടാണ് മുതിർന്ന നേതാക്കൾ ഉന്നതാധികാര സമിതി കഴിഞ്ഞ് മാറി നിൽക്കുന്നത്. സാധാരണ സംസ്ഥാന കമ്മിറ്റി യോഗം കഴിയുമ്പോഴാണ് PMA സലാമിന് ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാൻ ഒരു അവസരം കിട്ടാറ്. ഇന്ന് ഉന്നതാധികാര സമിതി കഴിഞ്ഞപ്പോഴും, അതും വളരെ നിർണായകമായ നിലമ്പൂർ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് അത് അവലോകനം ചെയ്ത ഒരു യോഗം കൂടിയാണ് ഇന്ന് മുസ്ലിം ലീഗിൽ നടന്നത്. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് സ്വാലിഹ് ഇപ്പോൾ നടത്തിയത്. സാധാരണ ഉന്നതാധികാര സമിതി യോഗം കഴിഞ്ഞാൽ വന്ന് മാധ്യമങ്ങളെ കാണുന്നത് ആര്? സംസ്ഥാന സമിതി യോഗം കഴിഞ്ഞാലാണ് PMA സലാമിൻ്റെ ഒരു വരവ്. പക്ഷേ ഇന്ന് PMA സലാമിനെ ഇക്കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ച് ഇന്നത്തെ ഈ ഒരു സവിശേഷ സാഹചര്യത്തിൽ ലീഗ് നേതൃത്വം ആ ചുമതല കൂടി സലാമിനെ ഏൽപ്പിക്കുകയായിരുന്നു എന്നാണ് സ്വാലിഹ് അക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. സ്വാലിഹ്, മറ്റൊന്നുകൂടിയുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഈ യോഗം നടന്നത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷമാണ്. ഇങ്ങ് തിരുവനന്തപുരത്ത് KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നു. അങ്ങ് മലപ്പുറത്ത് ലീഗ് ഉന്നതാധികാര സമിതി യോഗം ചേർന്നു. അതിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ക്യാപ്റ്റൻ, മേജർ, അപ്പോൾ ഇന്ന് കോൺഗ്രസ് നേതാക്കൾ ചിലർ പറഞ്ഞു ഞങ്ങൾ വെറും സാധാരണ ഭടനാണ്. ഒരാൾ പറയുന്നത് I am a soldier എന്ന് പറയുന്നു, ഒരാൾ മേജറാണ്, ഒരാൾ ക്യാപ്റ്റനാണ്. അപ്പോൾ ബ്രിഗേഡിയർ ആരാണ്, കേണൽ ആരാണെന്നൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഓരോരുത്തരെ വീതിച്ച് കൊടുക്കുന്ന സമയമാണ്. അതുപോലെ അൻവർ വേണോ വേണ്ടയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ തിരുവനന്തപുരത്ത് ഏതാണ്ട് കാര്യങ്ങളിലൊരു തീരുമാനമായിട്ടുണ്ട്. ഈ വിഷയങ്ങളിൽ എന്താണ് PMA സലാം പറഞ്ഞതെന്ന് നോക്കിയ ശേഷം സ്വാലിഹിലേക്ക് വരാം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം UDFിൻ്റെ ചെയർമാനാണ് സതീശൻ, അതിൻ്റെ കൺവീനറാണ് അടൂർ പ്രകാശ്, പ്രതിപക്ഷ നേതാവാണ് സതീശൻ, ഉപനേതാവാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അത്രയേ ഉള്ളൂ ഞങ്ങൾ. അല്ല, അതിന് ഞങ്ങളങ്ങനെ ആർക്കും പട്ടം കൊടുത്തില്ലല്ലോ. ഞങ്ങളാർക്കും പട്ടം കൊടുത്തിട്ടില്ല. അങ്ങനെ പട്ടം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളിങ്ങനെ ഓരോരുത്തർക്കും പട്ടം കൊടുക്കല്ലേ നിങ്ങൾ? അതായത് PMA സലാം പറയുന്നത് ലീഗിൽ ക്യാപ്റ്റനും മേജറും ഒന്നുമില്ല എന്നാണോ? റൈറ്റ്.
സ്വാലിഹ് നിലവിൽ ലൈനിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ക്രെഡിറ്റ് തർക്കം കോൺഗ്രസിൽ ഉണ്ട് എന്നതുകൊണ്ടാണ് അത്തരം പട്ടം ചാർത്തി കൊടുക്കാൻ ലീഗില്ല എന്ന് ഇപ്പോൾ PMA സലാം പറഞ്ഞത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് ആരുടെ നേട്ടമാണ് എന്ന ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ നേട്ടമടിക്കാൻ ചിലരുടെ വലിയ പരിശ്രമം നടക്കുന്നു എന്ന വലിയ തോന്നൽ ആ കോൺഗ്രസിലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കൾക്കുണ്ട്. അത് അവരുടെ പ്രതികരണങ്ങളിലൊക്കെ നമ്മളുണ്ട്. അവിടെയാണ് ഈ ക്രെഡിറ്റ് തർക്കം വന്നത്. അപ്പോഴാണ് ഒരാൾ ക്യാപ്റ്റനായതും മറ്റൊരാൾ മേജറായതും. സ്വാലിഹ്, ലീഗിൽ അങ്ങനെ ക്യാപ്റ്റനും മേജറും ഒന്നും ഇല്ലാന്നാണോ PMA സലാം പറഞ്ഞത്? ശരത്ത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എടുത്ത പല നിലപാടുകളിലും എതിരഭിപ്രായമുണ്ടായിരുന്നു. അതിലൊന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ്, മറ്റൊന്ന് PV അൻവറാണ്. അത് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിൽ കൂടി ആ വിയോജിപ്പാണ് മുസ്ലിം ലീഗ് കൃത്യമായി വ്യക്തമാക്കുന്നത്. ഞങ്ങൾക്ക് ഇത്തരത്തിൽ തർക്കങ്ങളിലൊന്നും താല്പര്യമില്ല, ഞങ്ങൾ ഇതിന്റെ പട്ടം ഒരാൾക്കും കൊടുക്കുന്നില്ല, UDF ആണ്. ഇത്തരത്തിൽ തർക്കിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യമല്ല ഇതൊന്നും. അടുത്ത തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ നടത്തണം എന്നാണ് മുസ്ലിം ലീഗിന്റെ പൊതുവായ തീരുമാനം. അതിന്റെ ഒരു സൂചന കൃത്യമായി ഇപ്പോൾ PMA സലാം ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ നൽകുകയാണ്. ഞങ്ങൾ ആർക്കും ഒരു പട്ടവും കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലൊരു തർക്കിച്ചു നിൽക്കേണ്ട എന്ന് തന്നെയാണ്. അതൊരു സന്ദേശമാണ്. മറ്റു പല വിഷയങ്ങളിലും PV അൻവറിന്റെ വിഷയത്തിൽ ഉൾപ്പെടെ മുസ്ലിം ലീഗിന് എതിരഭിപ്രായമുണ്ട്. അതെല്ലാം ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ പരസ്യമായി അതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. അത് UDF യോഗത്തിന് ശേഷമായിരിക്കും ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇവരുടെ അഭിപ്രായങ്ങൾ പിന്നീട്. അതേക്കുറിച്ച് ചോദ്യം വരുമ്പോൾ എങ്ങനെയാണ് സലാം പ്രതികരിച്ചത്? സലാം എന്താണ് പറഞ്ഞത്? PMA സലാം എന്താണ് പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി ഇപ്പോൾ തന്നെ അവര് പരസ്യമായ പിന്തുണ, പരസ്പര സഹകരണം കൂടുതൽ ശക്തമായി, മാത്രവുമല്ല UDFന്റെ ഒരു ഘടകകക്ഷി സ്റ്റാറ്റസിലേക്ക് മാറാൻ ശ്രമിക്കുന്നു. അവിടെയാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് അവർ കൂടി വരുന്നതോടെ ഒരു സാമൂഹ്യ മുന്നണിയായി മാറാൻ പോകുന്നു എന്ന തരത്തിലേക്ക് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. ലീഗ് എന്തു പറയുന്നു? ഇതൊന്നും ചർച്ച ചെയ്തില്ല എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ഇതിനുശേഷം പ്രതികരിക്കുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പ് എത്ര മണിക്കൂറുണ്ടായിരുന്നു യോഗം സ്വാലിഹെ? എത്ര മണിക്കൂറുണ്ടായിരുന്നു യോഗം? 3 മണിക്ക് തുടങ്ങിയ യോഗമാണ്. സാധാരണ രീതിയിൽ ഇന്ന് 4:30 പത്രസമ്മേളനം പറഞ്ഞിരുന്നത്. നടന്ന സമയം 6 മണിക്കാണ്. വളരെ നീണ്ട ചർച്ചകൾ. സാധാരണ മുസ്ലിം ലീഗിന്റെ യോഗങ്ങൾക്ക് കറക്റ്റ് സമയത്ത് അവസാനിക്കാറുണ്ട്, തുടങ്ങിയിട്ടില്ലെങ്കിലും. പക്ഷേ എന്നിട്ടും ഇതൊന്നും ചർച്ച ചെയ്തില്ല അല്ലേ? ചർച്ച ചെയ്തില്ല എന്നാണ് പറയുന്നത്. അതായത് ഇക്കാര്യങ്ങളെല്ലാം ഈ ഒരു ഊർജം അടുത്ത സംസ്ഥാന കമ്മിറ്റി വിളിച്ചു ചേർത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് കൂടി കൊണ്ടുപോകണം, അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്തണം, അതിനുള്ള അവലോകനമാണ് എന്ന പ്രാഥമികമായ ഒരു യോഗം കഴിഞ്ഞതിന് ശേഷം നടത്തുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് UDFലുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ അതൃപ്തികളൊക്കെ അദ്ദേഹം ഈ ഒരൊറ്റ പ്രസ്താവനയിൽ അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ശരി, PMA സലാമാണ് ഇന്ന് ലീഗ് ഉന്നതാധികാര സമിതി യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടത്. അവിടെ പറഞ്ഞ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ വെച്ചാണ് സ്വാലിഹ് സംസാരിച്ചത്.